തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം കുന്നംകുളത്ത് തുടരുന്നു. കലോത്സവ നഗരിയിൽ TCVയുടെ സ്റ്റുഡിയോ തുറന്നു. തൃശൂർ ജില്ലയിൽ മഴക്കെടുതിയിൽ പരക്കെ നാശം. കാര്യാട്ടുകരയിൽ ബണ്ട് തകർന്ന വെള്ളം പാടത്തേക്ക് ഒഴുകി. ചേറ്റുപുഴ കിഴക്കേ കോൾപ്പാടം വെള്ളത്തിൽ മുങ്ങി. എൽത്തുരുത്ത് അമ്പാടിക്കുളത്തിന്റെ ചുറ്റുമതിൽ തകർന്നു. കയ്പമംഗലത്ത് വീടുകളിൽ വെള്ളം കയറി. കനത്ത മഴയെ തുടർന്ന് കാട്ടുമുനയത്തെ താൽക്കാലിക ബണ്ട് തകർന്നു. കന്നൂലി കനാലിൽ താൽക്കാലികമായി നിർമ്മിച്ച ഇടബണ്ടാണ് തകർന്നത്. ബണ്ട് നിർമ്മാണത്തിൽ അപാകത സംബന്ധിച്ച് TCV വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിലെ പ്രതികൾക്ക് ജാമ്യം നൽകിയ കോടതി ഉത്തരവിലെ പരാമർശങ്ങൾക്കെതിരെ ED സുപ്രീം കോടതിയിലേക്ക്. EDയും സംഘപരിവാറും CPMനെതിരെ മെനഞ്ഞ കള്ളക്കഥകൾ പൊളിഞ്ഞു വീഴുന്നതാണ് ഹൈക്കോടതി പരാമർശത്തിലൂടെ വ്യക്തമായതെന്ന് CPM ജില്ലാ സെക്രട്ടറി M. വർഗീസ്. പുതുക്കാട് ദേശീയപാതയോരത്തെ ടാറിംഗ് മാലിന്യക്കൂനയിൽ ബൈക്കിടിച്ചു മറിഞ്ഞ യുവാവ് മരിച്ചു. മലപ്പുറം സ്വദേശി അഭിനന്ദാണ് മരിച്ചത്. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. തൃശൂർ റവന്യൂ ജില്ലാ കലോത്സവത്തിന് കുന്നംകുളത്ത് വിവിധ വേദികളിലായി തുടരുന്നു. ഹയർ സെക്കൻഡറി വിഭാഗം കോൽക്കളി, ഒപ്പന, ഭരതനാട്യം, നാടകം, വട്ടപ്പാട്ട്, നാടോടി നൃത്തം, സംഘനൃത്തം, കുച്ചിപ്പുടി, കേരള നടനം എന്നീ മത്സരങ്ങളാണ് വിവിധ വേദികളിലായി അരങ്ങേറുന്നത്. നാളെ കലോത്സവം ഇല്ല. വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ മത്സരങ്ങൾ തുടരും. 8000-ഓളം വിദ്യാർത്ഥികളാണ് കലാമാമാങ്കത്തിൽ മാറ്റുരയ്ക്കുന്നത്. കലോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം 5-ന് നടക്കും. സമാപന സമ്മേളനം 7-ന് നടക്കും. കലോത്സവം TCVയിൽ തത്സമയം സംരക്ഷണം ചെയ്യുന്നുണ്ട്. അക്ഷരഹൽപതരഴക് അസൽ ഹുരൈഷിൻ കതീര് അത്തപഞ്ചുമാൽ നിറൈന്തുദിത്തൊരു സൂപ്പർ കറാണി തവരുന്നി അതിചാബി സുകൃതം പരവായ് സപദാനം സദൃശം നിലയാ അക്ഷരഹൽപതരഴക് അസൽ ഹുരൈഷിൻ കതീര് മഞ്ചിലിരു കയ്യിൽ മൈലാൻ പറയെടുപ്പതിനായി രാമൻ നാട് താണ്ടുന്നേ. രാമൻ കളിമൺ പാത്രം പോൽ തച്ചുടയ്ക്കുമ്പോൾ ഓർക്കുക ജന്മം നൽകിയ സ്ത്രീ. റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ ഭാഗമായി TCVയുടെ കലോത്സവ സ്റ്റുഡിയോയുടെ ഉദ്ഘാടനം നടന്നു. ബദനി സ്കൂളിലാണ് TCVയുടെ സ്റ്റുഡിയോ തുറന്നിട്ടുള്ളത്. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. TCV മാനേജിംഗ് ഡയറക്ടർ PM നാസർ അധ്യക്ഷത വഹിച്ചു. TCV ഡയറക്ടർ മണി ആറാട്ടുപുഴ, COA ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ RH ഹാരിസ്, KA യാക്കൂബ്, KV അസീസ്, കേരള വിഷൻ ഡയറക്ടർ CO ബിജു, COA മേഖല എക്സിക്യൂട്ടീവ് അംഗം K അജീഷ്, TCV ബ്യൂറോ ചീഫ് മുകേഷ് ലാൽ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും സജ്ജമാക്കിയതായി കുന്നംകുളം ACP CR സന്തോഷ് പറഞ്ഞു. TCVയുടെ കലോത്സവ സ്റ്റുഡിയോ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. TCV മാനേജിംഗ് ഡയറക്ടർ PM നാസർ, ഡയറക്ടർ മണി ആറാട്ടുപുഴ എന്നിവർ സന്നിഹിതരായിരുന്നു. കലോത്സവത്തിൻ്റെ സംഘാടകരുമായിട്ട് നടത്തുന്ന മീറ്റിങ്ങുകൾ പ്രകാരം 7 സ്കൂളുകളിലായിട്ട് 17 വേദികളാണ് ഈ കലോത്സവം ഇറങ്ങുന്നത്. ഓരോ സ്കൂളുകളിലും ഓരോ ഓഫീസറുടെ കീഴിൽ വനിതാ പോലീസ് അടക്കമുള്ള സംവിധാനമുണ്ട്. പിന്നെ കൂടാതെ ട്രാഫിക്കുമായിട്ട് ബന്ധപ്പെട്ട് ട്രാഫിക് എസ്ഐയുടെ കീഴിൽ വേറെ പെട്രോളിംഗ് നടത്തേണ്ട ആവശ്യമായിട്ടുള്ള പാർക്കിങ്ങും മറ്റുള്ള സൗകര്യം ചെയ്തു കൊടുക്കാനായിട്ട് പരിപാടികൾ നടക്കുന്നത് മുഴുവൻ സമയവും എസ്ഐയുടെ നേതൃത്വത്തിലുള്ള ടീം ആ ഫംഗ്ഷനടുത്തുള്ള സ്റ്റേജിനടുത്തുള്ള കൺട്രോൾ റൂം പ്രകാരമുള്ളൊരു സംവിധാനം ചെയ്തിട്ടുണ്ട്, അവിടെ ഉണ്ടാവും. അപ്പീലുകളുടെ അതിപ്രസരം കലോത്സവങ്ങളുടെ മാറ്റ് കുറയ്ക്കുന്നതായി NK അക്ബർ MLA പറഞ്ഞു. TCVയുടെ കലോത്സവ സ്റ്റുഡിയോ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രക്ഷിതാക്കളല്ല, വിദ്യാർത്ഥികളാണ് മത്സരിക്കേണ്ടതെന്നും MLA പറഞ്ഞു. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, TCV ഡയറക്ടർ മണി ആറാട്ടുപുഴ എന്നിവർ സന്നിഹിതരായി. ആശാസ്യകരമല്ലാത്തൊരു പ്രവണത എന്താണെന്ന് വെച്ചാൽ മത്സരത്തിൽ വിജയിച്ച് പോയില്ല, പരാജയപ്പെട്ടു എന്നെങ്കിൽ ഉടൻ തന്നെ ഒരു അപ്പീൽ മാനിയ വല്ലാതെ വരുന്നത്. അതൊരു അനാരോഗ്യകരമായ പ്രവണതയാണ്. ഇപ്പോൾ നമ്മുടെ ഈ മേഖലയിൽ യേശുദാസ് ആയാലും ജയേന്ദ്രനായാലും മഞ്ജു വാര്യർ ആയാലും അങ്ങനെ ധാരാളം പ്രതിഭകളെല്ലാം ഉയർന്നു വന്നിട്ടുണ്ട്. അവരൊന്നും സമ്മാനം കിട്ടാത്തതിന് അപ്പീൽ കൊടുത്തവരോ ഒന്നുമല്ല. ഒരു പ്രദേശത്തൊരു മത്സരത്തിൽ പങ്കെടുത്ത് സമ്മാനം കിട്ടിയില്ലെങ്കിൽ
അതുകൊണ്ട് എനിക്ക് കഴിവില്ല എന്നൊന്നും അർത്ഥമാക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഈ തെറ്റായ പ്രവണത എനിക്ക് തോന്നുന്നു കുട്ടികൾ മത്സരിക്കട്ടെ, രക്ഷിതാക്കളും അതുപോലെ തന്നെ അവരെ അണിയിച്ചൊരുക്കുന്നവരൊക്കെ അവരെ പ്രോത്സാഹിപ്പിച്ചാൽ മതി. അവർ ദയവ് ചെയ്ത് മത്സരത്തിൽ നിന്ന് മാറി നിൽക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. റവന്യൂ ജില്ലാ കലോത്സവ മത്സരം വിവിധ വേദികളിൽ ചൂടുപിടിക്കുന്നു. വിവരങ്ങളുമായി ശ്രീകേഷ് വെള്ളാനിക്കര ചേരുന്നു. ശ്രീകേഷ്, കലാമാമാങ്കത്തിന്റെ ആദ്യ ദിവസം സംഘനൃത്തം ഉൾപ്പെടെയുള്ള ജനപ്രിയ ഇനങ്ങളുണ്ട്. നമ്മുടെ തന്നെ തത്സമയ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്, ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്, വ്യത്യസ്തമായ പ്രകടനങ്ങളാണ് ഓരോ മത്സരാർത്ഥികളും ഓരോ ടീമും കാഴ്ചവെക്കുന്നത്. മറ്റു വേദികളിൽ എങ്ങനെയാണ് മത്സരാർത്ഥികളുടെ ഒരു സാന്നിധ്യം, കലാപ്രകടനങ്ങൾ? ലിറ്റി പറഞ്ഞതിൽ നിന്ന് തന്നെ തുടങ്ങാം. കാരണം ഇന്ന് ഏറെ കളർഫുള്ളായ ഇനങ്ങൾ തന്നെയാണ് റവന്യൂ ജില്ലാ കലോത്സവത്തിലുള്ളത്. സംഘനൃത്തം, അതുപോലെ തന്നെ മാപ്പിള കലാരൂപങ്ങളായ കോൽക്കളി. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ബദനി സ്കൂളിൽ കോൽക്കളി ഹയർ സെക്കൻഡറി വിഭാഗം കോൽക്കളി മത്സരം അരങ്ങേറിയിരുന്നു. അതിൽ വലപ്പാട് ഗവൺമെൻറ് സ്കൂളാണ് ഒന്നാം സ്ഥാനം നേടിയത്. തുടർച്ചയായ 3-ാം തവണയാണ് അവർ ഒന്നാം സ്ഥാനം ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ നേടിയത്. ഇപ്പോൾ ഹയർ സെക്കൻഡറി വിഭാഗം ഒപ്പന മത്സരം നടക്കുകയാണ്. അത് കഴിഞ്ഞാൽ ഇതേ വേദിയിൽ തന്നെ വട്ടപ്പാട്ട് മത്സരമുണ്ട്. ലളിതഗാനം, നാടോടി നൃത്തം, മോഹിനിയാട്ടം, കേരള നടനം, കുച്ചിപ്പുടി, അതുപോലെ തന്നെ ചിത്രരചന, കഥാരചന, ദേശഭക്തി ഗാനം തുടങ്ങിയ മത്സരങ്ങൾ, ഇംഗ്ലീഷ് കഥാരചന, ഹിന്ദി കഥാരചന തുടങ്ങിയ സ്റ്റേജിതര മത്സരങ്ങൾ. അങ്ങനെ എന്തുകൊണ്ടും ആവേശഭരിതമായ രീതിയിലാണ് ഇപ്പോൾ കുന്നംകുളത്ത് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം അതിൻ്റെ ഭംഗിയിൽ തന്നെ മികവാർന്ന രീതിയിൽ തന്നെ ഇപ്പോൾ ആദ്യ ദിനത്തിൽ തുടരുന്നത്. രാവിലെ മഴ മാറി നിന്നെങ്കിലും പിന്നീട് ഉച്ചയ്ക്ക് നല്ലൊരു മഴയായിരുന്നു. അത് മത്സരാർത്ഥികളെ ഏറെ വലയ്ക്കുന്ന ഒരു കാഴ്ചയുണ്ട്. ഇപ്പോൾ മഴ മാറി നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഇവിടെയുള്ളത്. എന്തായാലും നാളെ ഇനി കലോത്സവത്തിൻ്റെ കലാമത്സരങ്ങളില്ല. അത് കഴിഞ്ഞതിന് ശേഷം 5, 6, 7 തീയതികളിലാണ് മത്സരങ്ങൾ നടക്കുക. അതിൽ ഒരുപാട് മത്സരങ്ങളുണ്ട്. ഇത്തവണ ഇരുളനൃത്തം പോലുള്ള ആദിവാസി കലാരൂപങ്ങൾ ഒരുപാടുണ്ട് എന്നതും ഒരു പ്രത്യേകതയാണ്. കലോത്സവത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം 5-ാം തീയതി രാവിലെ 9:30 ബിന്ദു മന്ത്രി പ്രൊഫസർ ആർ ബിന്ദു നിർവഹിക്കും. ലിറ്റി, ശ്രീകേഷ് പറഞ്ഞതുപോലെ തന്നെ മറ്റ് കലോത്സവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് ആദ്യ ദിനം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജനപ്രിയ മത്സരങ്ങൾ, സംഘനൃത്തം ഉൾപ്പെടെയുള്ള ജനപ്രിയ ഇനങ്ങളാണ് ഇന്ന് അരങ്ങേറുന്നത്. ഒപ്പം തന്നെ സ്റ്റേജിതര മത്സരങ്ങളുണ്ട്. സ്റ്റേജിതര മത്സരങ്ങൾ ഇപ്പോൾ അവസാനിച്ചു, അവയിലും മുന്നേറ്റം തുടരുകയാണ്. സ്റ്റേജിതര മത്സരങ്ങൾ പലതും ഇപ്പോൾ സമാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും സ്റ്റേജിന മത്സരങ്ങളൊക്കെ നടക്കാൻ സമയമെടുക്കും. കാരണം ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ നിൽക്കുന്ന ഈ വേദിയിൽ ഒപ്പന മത്സരം കഴിഞ്ഞിട്ടില്ല, കഴിയേണ്ട സമയമായിരിക്കുന്നു. അതിനുശേഷമാണ് വട്ടപ്പാട്ട് മത്സരം നടക്കേണ്ടത്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ കലോത്സവത്തിൻ്റെ ആദ്യ ദിനമായതുകൊണ്ട് തന്നെ മത്സരങ്ങളെല്ലാം തുടങ്ങാൻ വൈകിയിരുന്നു. അതുകൊണ്ട് എപ്പോൾ മത്സരങ്ങൾ സമാപിക്കും എന്ന് പറയാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് സ്റ്റേജിന മത്സരങ്ങളുടെ കാര്യത്തിലുള്ളത്. നമുക്കറിയാം 12 ഉപജില്ലകളാണ് ഉള്ളത്. ആ ഉപജില്ലകളിൽ നിന്ന് 12 മത്സരാർത്ഥികൾ അല്ലെങ്കിൽ ടീമുകൾ ഓരോ മത്സരങ്ങളും മാറ്റിവെക്കുന്നു. പക്ഷേ അപ്പീലുകളുടെ ഒരു അതിപ്രസരം എല്ലാ കലോത്സവങ്ങളിലും വരാറുണ്ട്. അതുകൊണ്ട് തന്നെ അപ്പീലുകളുണ്ട്. അപ്പീലുകളാവുമ്പോൾ 12 മത്സരാർത്ഥികൾ അല്ലെങ്കിൽ 12 ടീമുകൾ എന്നുള്ളതിന് പകരം അത് 15ഉം അതിലും കൂടുതലുമാകും. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ രാത്രിയുടെ അന്ത്യയാമങ്ങൾ വരെ എടുക്കും, പുലർച്ചെ കഴിഞ്ഞും പിറ്റേ ദിവസം വരെ എടുത്തും. കഴിഞ്ഞ മുൻ വർഷങ്ങളിൽ കലോത്സവത്തിൻ്റെ കലാമത്സരങ്ങൾ സമാപിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതിലേക്ക് നീങ്ങുമോ എന്ന് നമുക്ക് കണ്ടറിയാം. എന്തായാലും കലോത്സവത്തിൻ്റെ ആദ്യ ദിനമാണ്. ആവേശത്തോടെ തന്നെ മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വലിയൊരു ആവേശം തന്നെ കുന്നംകുളത്തിൻ്റെ മണ്ണിൽ കാണാം. ഇന്ന് സ്കൂളുകൾക്ക് അവധിയാണ് മഴയുടെ പശ്ചാത്തലത്തിൽ. അതുകൊണ്ട് തന്നെ കൂടുതൽ വിദ്യാർത്ഥികൾ, പല സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് നേരിട്ട് കലാമേള കാണാനുള്ള ഒരു അവസരം കൂടിയായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കാണികളുടെ ഒരു വലിയ പങ്കാളിത്തം തന്നെ നമുക്ക് കാണാനാകും. ലിറ്റി, ശരി ശ്രീകേഷ്. എന്തായാലും റവന്യൂ ജില്ലാ കലോത്സവത്തിന് കുന്നംകുളത്ത് അരങ്ങുണർന്ന് ഇപ്പോൾ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ നല്ല രീതിയിൽ തന്നെ കലാമത്സരങ്ങൾ വേദികളിൽ പുരോഗമിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്റ്റേജിതര മത്സരങ്ങളിൽ പൂർത്തിയാകുമ്പോൾ സ്റ്റേജിലെ മത്സരങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പല മത്സരങ്ങളും കഴിഞ്ഞതിന് ശേഷം അടുത്ത മത്സരങ്ങൾ ആരംഭിക്കാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ. ശ്രീകേഷാണ് വിവരങ്ങൾ കലോത്സവ നഗരിയിൽ നിന്നും നൽകിയത്.
തൃശൂർ ജില്ലയിൽ ഞായറാഴ്ച മുതൽ നിർത്താതെ പെയ്ത കനത്ത മഴയ്ക്ക് ചൊവ്വാഴ്ച പുലർച്ചെയോടെ ശമനമായി. ഇന്ന് ജില്ലയിൽ യെല്ലോ അലർട്ടാണ്. കരിയാട്ടുകരയിൽ ബണ്ട് തകർന്ന വെള്ളം പാടത്തേക്ക് ഒഴുകി. ചേറ്റുപുഴ കിഴക്കേക്കോൾ ഉൾപ്പെടെയുള്ള കോൾപ്പാടങ്ങൾ വെള്ളത്തിൽ മുങ്ങി. കെ അർജുനൻ, ജിൻഡോ ജോൺ, റാഫേൽ എൽത്തുരുത്ത്, ജോർജ് തുടങ്ങിയ കർഷകരുടെ 1.5 മാസം മുമ്പെത്തിയ നെൽച്ചെടികൾ വെള്ളത്തിൽ മുങ്ങി. ഒളരി അമ്പാടിക്കുളത്തിന്റെ ചുറ്റുമതിലിന്റെ ഒരു ഭാഗം കനത്ത മഴയിൽ തകർന്നു വീണു. അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരണം നടന്നുകൊണ്ടിരിക്കുന്ന കുളത്തിന്റെ ചുറ്റുമതിലാണ് ഇടിഞ്ഞു വീണത്. കഴിഞ്ഞ ദിവസത്തെ കനത്ത മഴയെ തുടർന്ന് പീച്ചി ഡാമിലെ ജലനിരപ്പ് 77.03 ML എത്തി. ഡാമിന്റെ പരമാവധി ജലനിരപ്പ് 79.23 ML ആണ്. 78 ML എത്തിയാൽ ബ്ലൂ അലർട്ട് പ്രഖ്യാപിക്കും. ശക്തമായ മഴയിൽ വരാക്കര കാളക്കല്ലിൽ വീടിനോട് ചേർന്ന മണ്ണിടിഞ്ഞ മതിൽ തകർന്നു. കാളക്കല്ല് കല്ലംകുളം മൂലങ്കോട്ടിൽ മനോജിന്റെ വീടിനോട് ചേർന്ന മണ്ണിടിഞ്ഞതോടെ വീട് അപകടാവസ്ഥയിലായി. സമീപത്തെ വീടിന് മുൻപിലും മണ്ണിടിയാവുന്ന സ്ഥിതിയിലാണ്. വ്യാപകമായി മണ്ണിടിഞ്ഞതോടെ മതിൽ തകർന്ന് റോഡിലേക്ക് പതിക്കുകയായിരുന്നു. മതിൽ വീണ് 2 വൈദ്യുതി തൂണുകൾ തകർന്നു. വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. അളഗപ്പ നഗർ പഞ്ചായത്ത് അധികൃതർ സ്ഥലം സന്ദർശിച്ചു. കനത്ത മഴയിൽ ഇറിഗേഷൻ കനാലിൽ നിന്ന് മനക്കുടി പുള്ള റോഡ് കവിഞ്ഞ് വാര്യം കോൾപ്പടവിലേക്ക് വെള്ളം ഒഴുകി കൃഷി നശിക്കുന്നതിൽ പ്രതിഷേധിച്ച് കർഷകർ മനക്കുടി പുള്ള റോഡ് ഉപരോധിച്ചു. കേരള കർഷക സംഘം മണലു ഏരിയ എക്സിക്യൂട്ടീവ് അംഗം ഓമന അശോകൻ റോഡ് ഉപരോധം ഉദ്ഘാടനം ചെയ്തു. പടവ് സെക്രട്ടറി കെ അശോകൻ അധ്യക്ഷനായി. വാർഡംഗം കെ രാകേഷ്, TV വിദ്യാധരൻ തുടങ്ങിയവർ സംസാരിച്ചു. അന്തിക്കാട് പോലീസ് എത്തി സമരക്കാരെ നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ സ്ഥലത്തെത്തി കർഷകർക്ക് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാമെന്ന് ഉറപ്പ് നൽകി. കയ്പമംഗലം മനക്കപ്പാടം നെഹ്റു റോഡ് പരിസരത്തെ കുടുംബങ്ങൾ വെള്ളക്കെട്ട് മൂലം ദുരിതത്തിലായി. 2 ദിവസമായി തുടരുന്ന മഴയിലാണ് പ്രദേശത്തെ 10ഓളം വീടുകളിൽ വെള്ളം കയറിയത്. വെള്ളം കയറിയ വീട്ടുകാർ ബന്ധുവീടുകളിലേക്ക് മാറി താമസിച്ചു. പ്രദേശത്തെ സേവന അംഗൻവാടിയിലും വെള്ളം കയറി. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണമാണ് വെള്ളക്കെട്ടിന് കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇന്നലെ രാത്രിത്തെ ഒരു മഴയുണ്ടല്ലോ, ഇപ്പം 2 ദിവസത്തെ മഴയിൽ ഇന്നലത്തെ മഴയിൽ തന്നെ വെള്ളമായി. ഇന്നിപ്പോൾ ഈ കഴിഞ്ഞ മഴയോടുകൂടി വെള്ളം ഒരു 5-6 വീട്ടിലിപ്പോൾ വെള്ളം കയറിയിട്ടുണ്ട്. 25ഓളം വീടുകളിൽ ഇപ്പോൾ ഇങ്ങനെയാണ് സ്ഥിതി. ഇവിടെ ഒരു കൽവർട്ട് ഉണ്ട്. ആ കൽവർട്ട് പണിയാത്താണ് ഇതിൻ്റെ ഇത്രയും പ്രശ്നങ്ങൾക്ക് കാരണം. എന്ന് വെച്ചാൽ ഇവിടെ മല പോലെ ഇങ്ങനെ മണ്ണടിച്ച് കൂട്ടിയിരിക്കണം. ഇവിടെ നിന്നുള്ള വെള്ളം അറപ്പത്തോട്ടിലേക്ക് പോണതാണ്, അത് പോണില്ല. ഇവിടെ എത്ര പേർക്ക് വീടുകളുണ്ടെങ്കിലും വെള്ളം ഇങ്ങനെ വന്ന് ഉയർന്നു നിൽക്കൽ പതിവുണ്ടായിരുന്നില്ല. ഇപ്പം അശാസ്ത്രീയമായിട്ട് ബൈപ്പാസിൻ്റെ നിർമ്മാണം വന്നോടുകൂടിയിട്ടാണ് ഇവിടെ ആകെ നിരന്തരം വീടുകളിലേക്ക് 10-15 വീടുകളിലേക്ക് വെള്ളം കയറിയതും ഇതുപോലത്തെ വെള്ളക്കെട്ടും. അല്ലെങ്കിൽ വെള്ളം ഒഴുകി പോയിരുന്ന സ്ഥലങ്ങളൊക്കെ ഇപ്പോൾ മൂടപ്പെട്ടു പോയി. ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തണം. ഞങ്ങൾക്കിവിടെ ജീവിക്കാൻ പറ്റാണ്ടായിട്ടുണ്ട്. റോഡ് പണിയുന്നതിന്റെ ഭാഗമായി വെള്ളം ഒഴുകി പോകുന്ന തോടുകൾ പലതും നികത്തിയതും വെള്ളക്കെട്ടിന് കാരണമായി. വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ശാശ്വത പരിഹാരം കാണണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിൽ പഴുവിൽ പുത്തൻ തോടിന്റെ പാർശ്വ സംരക്ഷണ ഭിത്തി തകർന്നതിനെ തുടർന്ന് പഴുവിൽ സെന്റ് ആന്റണീസ് തീർത്ഥ കേന്ദ്രം അപകടാവസ്ഥയിലായി. 2007 തൃശൂർ കോൾ വികസന ഏജൻസി നിർമ്മിച്ച പാർശ്വ സംരക്ഷണ ഭിത്തിയുടെ ഒരു ഭാഗമാണ് തകർന്നത്. സംരക്ഷണ ഭിത്തി എത്രയും വേഗത്തിൽ പുനർനിർമ്മിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് പഴുവിൽ സെന്റ് ആന്റണീസ് തീർത്ഥ കേന്ദ്രം ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. കനത്ത മഴയിൽ പുത്തൻചിറ വില്ലുമംഗലം പാടശേഖരത്തിലെ 100 ഏക്കറോളം നെൽകൃഷി വെള്ളത്തിലായി. ഉപ്പുവെള്ളം കയറാതിരിക്കാൻ കഴിഞ്ഞ ദിവസമാണ് ബണ്ട് കെട്ടിയത്. ബണ്ട് കെട്ടിയതിനെ തുടർന്ന് വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെട്ടതാണ് വെള്ളക്കെട്ടിനിടയാക്കിയത്. കർഷകർ ബണ്ട് പൊട്ടിച്ച് വെള്ളം പുറത്തേക്ക് ഒഴുക്കിവിട്ടതോടെ വെള്ളക്കെട്ടിന് ശമനമായി. കനത്ത മഴയെ തുടർന്ന് കാട്ടൂർ മുനയത്തെ താൽക്കാലിക ബണ്ട് തകർന്നു. കനോലി കനാൽ താൽക്കാലികമായി നിർമ്മിച്ച ഇടബണ്ടാണ് തകർന്നത്. രാകേഷ് ആയിരുന്നു വിവരങ്ങളുമായി. രാകേഷ്, കനത്ത മഴയെ തുടർന്ന് കാട്ടൂർ മുനയത്തെ ബണ്ട് താൽക്കാലികമായി നിർമ്മിച്ച ബണ്ട് തകർന്നു എന്ന വാർത്തയാണ് ലഭിക്കുന്നത്. എനിക്ക് തോന്നുന്നു നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം TCV ഇത് സംബന്ധിച്ച വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നിട്ട് പോലും അധികൃതർ അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കുകയുണ്ടായില്ലേ? എന്താണ് വിശദാംശങ്ങൾ?
ഇന്ന് ഉച്ച തിരിഞ്ഞാണ് ഈ ബണ്ട് തകർന്നത്. കനത്ത മഴയിൽ കരുവന്നൂർ പുഴയിൽ നിന്നുള്ള ശക്തമായ ജലൊഴുക്കാണ് തകരാൻ കാരണം. ബണ്ട് നിർമ്മാണത്തിൽ അപാകതയുണ്ടെന്ന് പറഞ്ഞ് നാട്ടുകാർ നേരത്തെ തന്നെ ആരോപണം ഉന്നയിച്ചിരുന്നു. കാലപ്പഴക്കം ചെന്ന മുളകളാണ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതെന്ന് നിർമ്മാണത്തിലിരിക്കെ തന്നെ നാട്ടുകാർ ആരോപണമായി രംഗത്ത് വന്നിരുന്നു. ഇതിനെ തുടർന്ന് കാട്ടൂർ പഞ്ചായത്ത് അധികൃതർ അടക്കമുള്ള സ്ഥലം സന്ദർശിക്കുകയും ഇത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെയും മറ്റു ഉദ്യോഗസ്ഥരെയും ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ഉദ്യോഗസ്ഥർ കാട്ടൂർ പഞ്ചായത്ത് അധികൃതരോട് വളരെ മോശമായ രീതിയിലാണ് സംസാരിച്ചത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനോട് ഇത് നിങ്ങൾക്ക് അറിയേണ്ട കാര്യമല്ല, ഇത് ഞങ്ങളുടെ കളക്ടറാണ് ഇത് നിർദ്ദേശം നൽകുന്നത് എന്ന തരത്തിലാണ് ചില ഉദ്യോഗസ്ഥർ പഞ്ചായത്ത് അധികൃതരെ സംസാരിച്ചിരുന്നത്. ഇത് സംബന്ധിച്ച് ഇന്നും പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തിയിരുന്നു. എന്നാൽ പഞ്ചായത്ത് പ്രസിഡന്റ് വിളിച്ചിട്ട് ഉദ്യോഗസ്ഥർ ഫോൺ എടുക്കാൻ പോലും തയ്യാറായില്ലെന്നും ആരോപണമുണ്ട്. ഇതിനെതിരെ BJPയും രംഗത്തെത്തിയിട്ടുണ്ട്. ഇതിനെതിരെ സമഗ്ര അന്വേഷണം വേണമെന്നാണ് BJP കാട്ടൂർ പഞ്ചായത്ത് കമ്മിറ്റി അറിയിച്ചിരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകിയതിന് കനത്ത മഴയെ തുടർന്ന് കാട്ടുമുനയത്തെ താൽക്കാലിക ബണ്ട് തകർന്നു. കനോലി കനാലിൽ താൽക്കാലികമായി നിർമ്മിച്ച ഇടബണ്ടാണ് തകർന്നത്. ഇത് സംബന്ധിച്ച് നേരത്തെ തന്നെ നാട്ടുകാർ പരാതി ഉന്നയിച്ചിരുന്നു. ബണ്ട് നിർമ്മാണത്തിലെ അപാകത സംബന്ധിച്ച് TCVയും ഇത് സംബന്ധിച്ച് വാർത്ത നൽകിയിരുന്നു. വിവരങ്ങളാണ് രാകേഷ് നൽകിയത്. കരുവന്നൂർ കേസിലെ പ്രതികൾക്ക് ജാമ്യം നൽകിയ കോടതി ഉത്തരവിലെ പരാമർശങ്ങൾക്കെതിരെ ED സുപ്രീം കോടതിയിലേക്ക്. പ്രതികൾ കുറ്റം ചെയ്തതായി കരുതാൻ കാരണമില്ലെന്ന ഹൈക്കോടതി നിരീക്ഷണത്തിലാണ് EDക്ക് അതൃപ്തി. ഹൈക്കോടതി ഉത്തരവിലെ പരാമർശം കേസിന്റെ വിചാരണയെ അടക്കം ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. CPM നേതാവ് PR അരവിന്ദാക്ഷന്റെ ജാമ്യ ഉത്തരവിലാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ പരാമർശമുള്ളത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തടക്കം സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഏറെ കോളിളക്കങ്ങൾ ഉണ്ടാക്കിയ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിലെ പ്രതികളായ CPM നേതാവ് PR അരവിന്ദാക്ഷൻ, മുൻ അക്കൌണ്ടന്റ് CK ജിൽസൺ എന്നിവർക്ക് കഴിഞ്ഞ ദിവസമാണ് ജാമ്യം അനുവദിച്ചത്. EDയും സംഘപരിവാറും CPMനെതിരെ മെനഞ്ഞ കള്ളക്കഥകൾ പൊളിഞ്ഞു വീഴുന്നതാണ് കഴിഞ്ഞ ദിവസത്തെ ഹൈക്കോടതി പരാമർശത്തിലൂടെ വ്യക്തമായതെന്ന് CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ്. കൊടകര കുഴൽപ്പണ കേസിൽ പുതിയ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ ശക്തമായ അന്വേഷണത്തിന് കേന്ദ്ര ഏജൻസികൾ തയ്യാറാവണമെന്നും MM വർഗീസ്. കരുവന്നൂർ ബാങ്ക് കേസിൽ പ്രതി ചേർക്കപ്പെട്ട അരവിന്ദാക്ഷന് ജാമ്യം അനുവദിച്ചുകൊണ്ട് ഹൈക്കോടതി നടത്തിയ പരാമർശത്തിന്റെ പശ്ചാത്തലത്തിൽ മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. CPMനെതിരെ ഉയർത്തിക്കൊണ്ടുവന്ന കള്ളക്കഥ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്ന നിലയുണ്ടായത് കോടതി അംഗീകരിച്ചില്ലല്ലോ. കരുവന്നൂർ ബാങ്കിൽ നടന്നിട്ടുള്ള കൃത്രിമ അതിന് തട്ടിപ്പ് സർക്കാർ ഇടപെട്ടിട്ടുണ്ട്. സർക്കാർ നല്ല നിലയിൽ ഇടപെട്ടു. ക്രൈംബ്രാഞ്ച് അന്വേഷണം അതിന്റെ മേലെയാണ് ED അന്വേഷണം നടത്തിയത്. എന്താ അവർക്ക് കണ്ടെത്താൻ പറ്റിയത്? ഒന്നും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. CPMനെതിരെ വല്ലാത്ത വേട്ടയാടലാണ് EDയും സംഘപരിവാറും നടത്തിയത്. CPM നേതാക്കളെ പലതവണ ED ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയും നേതാക്കളുടെ വീടുകൾ റെയ്ഡ് ചെയ്തും CPMനെ പ്രതിസ്ഥാനത്ത് നിർത്താൻ ശ്രമിക്കുകയായിരുന്നു. കരുവന്നൂർ ബാങ്ക് കേസിൽ സംസ്ഥാന സർക്കാർ നല്ല രീതിയിൽ ഇടപെടുകയും ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു. അരവിന്ദാക്ഷൻ നിരപരാധിയാണെന്ന് CPM അന്നേ പറഞ്ഞിരുന്നതാണ്. ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് ED പറഞ്ഞിട്ടുള്ള കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അവർ എന്ത് ചെയ്താലും കുഴപ്പമില്ല, മടിയിൽ കനമുണ്ടെങ്കിലേ വഴിയിൽ ഭയക്കേണ്ടതുള്ളൂ എന്നായിരുന്നു മറുപടി. CPMന്റെ സ്വത്തുവകകൾ അതാത് കാലത്ത് ജില്ലാ സെക്രട്ടറിയുടെ പേരിലാണ് സൂക്ഷിക്കാറുള്ളത്. പാർട്ടി പരിപാടികൾക്ക് ജനങ്ങൾ കൈയയച്ച് നൽകുന്ന സംഭാവനകൾ ആവശ്യം കഴിഞ്ഞ് ബാക്കി വരുന്നത് ബാങ്കിലാണ് നിക്ഷേപിക്കാറുള്ളത്. അങ്ങനെയുള്ള ബാങ്ക് അക്കൗണ്ടാണ് ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചിരിക്കുന്നത്. അതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കും. എന്ത് കാര്യത്തിനാണ് ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചത്? ഇപ്പോൾ കേസാണ്. അപ്പോൾ അതിലൊന്നും നമുക്ക് പാർട്ടി എന്നുള്ള നിലയ്ക്ക് യാതൊരു പ്രശ്നവും ഇല്ല. ഒരു വിഷയം ആ കാര്യങ്ങളിലില്ല. ഇല്ല കഥകളാണ്. കേന്ദ്ര സർക്കാർ RSS അവരുടെ ഏജൻസിയാണ്. ED ആയാലും IT ഡിപ്പാർട്ട്മെൻ്റ് ആയാലും CBI ആയാലും ആരായാലും പൊളിഞ്ഞു വീഴുന്നു. ആ കഥകൾ കള്ളക്കഥകൾ പൊളിഞ്ഞു വീഴുന്നു എന്നതാണ് ഇതിൻ്റെ രത്നച്ചുരുക്കം. കൊടകര കള്ളപ്പണക്കേസിൽ പുതിയ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ BJP ജില്ലാ നേതൃത്വത്തിനെതിരെ ശക്തമായ അന്വേഷണത്തിന് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തയ്യാറാകണമെന്നും MM വർഗീസ് പറഞ്ഞു. TCV ന്യൂസ്, തൃശൂർ. പുതുക്കാട് സെന്ററിന് സമീപം ദേശീയപാതയോരത്തെ ടാറിംഗ് മാലിന്യക്കൂനയിൽ ബൈക്ക് ഇടിച്ചു മറിഞ്ഞ യുവാവ് മരിച്ചു. മലപ്പുറം തിരൂർ സ്വദേശി പൂഴിക്കുന്നത്ത് വീട്ടിൽ 28 വയസ്സുള്ള അഭിനന്ദാണ് മരിച്ചത്. കൂടെയുണ്ടായിരുന്ന ആനക്കല്ല് സ്വദേശി വിഷ്ണുവിന് പരിക്കേറ്റു.
വടക്കാഞ്ചേരി കുന്നംകുളം സംസ്ഥാന പാതയിൽ നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ വൈദ്യുതി തൂണിലിടിച്ച് അപകടം. വൈദ്യുതി പോസ്റ്റ് റോഡിലേക്ക് ചെരിഞ്ഞു. വടക്കാഞ്ചേരിയിൽ നിന്ന് വരികയായിരുന്ന പിക്കപ്പ് വാൻ മുട്ടിക്കൽ റേഷൻ കടയ്ക്ക് സമീപം നിയന്ത്രണം വിട്ട വൈദ്യുതി തൂണിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. കുണ്ടന്നൂർ തലശ്ശേരി റോഡിൽ ലോറി കാനയിലേക്ക് ചെരിഞ്ഞു. വയനാട് ഭാഗത്തേക്ക് ലോഡുമായി പോകുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ഇടതുവശത്തെ ടയറുകൾ പൂർണ്ണമായും കാനയിലേക്ക് ഇറങ്ങിയ നിലയിലായിരുന്നു. ഏറെ കാലത്തെ ആവശ്യമായിരുന്ന തെക്കുംകര പുന്നമ്പറമ്പ് ചെന്നിക്കര റോഡ് യാഥാർത്ഥ്യമാകുന്നു. പുന്നമ്പറമ്പ് മുതൽ മാടക്കത്തറ പഞ്ചായത്തിലെ ചെന്നിക്കര വരെ നീളുന്ന 6.47 കിലോമീറ്റർ ദൂരം റോഡ് 2.5 വർഷത്തിന് ശേഷം ഒടുവിൽ യാഥാർത്ഥ്യമാകുകയാണ്. അടുത്ത ദിവസം 1.5 കിലോമീറ്റർ ദൂരം ടാറിംഗ് നടക്കും. മെറ്റൽ വിരിക്കൽ പൂർത്തിയായി. നിലവിൽ മലാക്ക കനാൽ പാലം മുതൽ ചെന്നിക്കര വരെയുള്ള പ്രവർത്തനങ്ങൾ പൂർത്തിയായിരുന്നു. പ്രധാനമന്ത്രി ഗ്രാമീണ റോഡ് പുനരുദ്ധാരണ പദ്ധതി പ്രകാരമാണ് നിർമ്മാണം. 4,07,48,000 രൂപയാണ് റോഡ് നിർമ്മാണത്തിനായി അനുവദിച്ചത്. കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയമാണ് തുക അനുവദിച്ചത്. കേരള സംസ്ഥാന ഗ്രാമീണ റോഡ് വികസന ഏജൻസിക്കാണ് നടത്തിപ്പ് ചുമതല. ചേലക്കര മേപ്പാടം സ്വദേശി VV ജോൺസനാണ് കരാറുകാരൻ. അഖിലേന്ത്യാ കിസാൻ സഭ മണലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെങ്കിടങ്ങ് BSNL ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുക, ദുരന്തബാധിതരുടെ വായ്പകൾ എഴുതിത്തള്ളുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം CN ജയദേവൻ ഉദ്ഘാടനം ചെയ്തു. ഷാജി കാക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു. CPI സംസ്ഥാന കൌൺസിൽ അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ, CPI മണലൂർ മണ്ഡലം സെക്രട്ടറി VR മനോജ്, MR മോഹൻ, PS വിജയൻ, വെങ്കടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ തുടങ്ങിയവർ സംസാരിച്ചു. 2 ദിവസം 3 ദിവസത്തിന് ശരിയായ രൂപത്തിൽ ഉറക്കം കിട്ടില്ല. കുഴൂർ പഞ്ചായത്തിലെ തകർന്നു കിടക്കുന്ന കള്ളിയാട് താണിശ്ശേരി റോഡ് സഞ്ചാരയോഗ്യമാക്കാത്ത ജില്ലാ പഞ്ചായത്തിന്റെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് BJP ഉപവാസ സമരം നടത്തി. BJP കുഴൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാറപ്പുറത്ത് സംഘടിപ്പിച്ച സമരം കർഷക മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി AR അജിഘോഷ് ഉദ്ഘാടനം ചെയ്തു. കുഴൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് MG ദീപൻ അധ്യക്ഷത വഹിച്ചു. BJP മാള മണ്ഡലം പ്രസിഡന്റ് K സനൂപ്, ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസഫ് പടമാടൻ, മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ KG മോഹനൻ, BD അംബുജാക്ഷൻ എന്നിവർ സംസാരിച്ചു. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ സോഷ്യൽ വർക്ക് വകുപ്പിന്റെ ഫാദർ ഡിസ്മസ് അവാർഡിന് ഇരിങ്ങാലക്കുട പ്രതീക്ഷ ട്രെയിനിംഗ് സെന്ററിലെ സിസ്റ്റർ കാന്തിയും കൊടുന്ന സൈറൻ സ്പെഷ്യൽ സ്കൂളും സ്പെഷ്യൽ ജൂറി അവാർഡിന് തൃശൂർ പോപ്പോൾ മേഴ്സി ഹോം ഡയറക്ടർ ഫാദർ ജോൺസൺ അന്തിക്കാട്ടും അർഹരായതായി ഭാരവാഹികൾ ഇരിങ്ങാലക്കുടയിൽ അറിയിച്ചു. 10,000 രൂപയും ട്രോഫിയും അടങ്ങുന്ന അവാർഡുകൾ ഫെബ്രുവരിയിൽ സമ്മാനിക്കും. പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജോളി ആൻഡ്രൂസ്, മാനേജർ ഫാദർ ജോയ് പീനിക്കപ്പറമ്പിൽ, ഫാദർ ജോയ് വട്ടോലി, PRO ഫാദർ സിബി, ഡോക്ടർ T വിവേകാനന്ദൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മികച്ച PTA-ക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ മതിലകം സെന്റ് ജോസഫ് സ്കൂൾ PTA-ക്ക് മതിലകം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജനകീയ സ്വീകരണം നൽകി. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ മുഖ്യാതിഥിയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TS രാജു, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമതി സുന്ദരൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK പ്രേമാനന്ദൻ, സ്കൂൾ മാനേജർ ഷൈജൻ കളത്തിൽ, PTA പ്രസിഡന്റ് CM ജുഗ്നു എന്നിവർ സംസാരിച്ചു. സമ്മേളനത്തിന് മുന്നോടിയായി ഘോഷയാത്രയും ഉണ്ടായിരുന്നു. ജില്ലയിൽ അല്ലെങ്കിൽ സംസ്ഥാനത്തൊക്കെ പറയാവുന്ന എണ്ണപ്പെട്ട സ്കൂളുകളിൽ ഒന്നാണ് നമ്മുടെ സ്കൂൾ. അപ്പോൾ ആ സ്കൂളിൽ മികച്ച രീതിയിൽ ഉള്ള ഒരു പ്രാധാന്യമുള്ള സ്കൂളാണ്. നമുക്കാണെങ്കിൽ ഇവിടെ മുൻ MLA PR ഫ്രാൻസിസിന്റെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് തൃശൂർ DCC ഓഫീസിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിച്ചു. മുൻ നിയമസഭാ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. DCC വൈസ് പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് അധ്യക്ഷത വഹിച്ചു. DCC വൈസ് പ്രസിഡന്റ് IP പോൾ, മുൻ DCC പ്രസിഡന്റുമാരായ ജോസ് വള്ളൂർ, MP വിൻസെന്റ്, O അബ്ദുറഹ്മാൻ കുട്ടി, മുതിർന്ന കോൺഗ്രസ് നേതാവ് ജോസഫ് ചാലിശ്ശേരി, DCC ഭാരവാഹികളായ CU ജേക്കബ്, സുനിൽ അന്തിക്കാട്, രാജേന്ദ്രൻ അരങ്ങത്ത് തുടങ്ങിയവർ സംസാരിച്ചു. PR ഫ്രാൻസിസിനോടുള്ള ആദരസൂചകമായി 1 വർഷം നീളുന്ന പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് DCC നേതൃത്വം വ്യക്തമാക്കി.
ലോക വികലാംഗ ദിനാചരണത്തിന്റെ ഭാഗമായി കോലഴി ചിന്മയ കോളേജിലെ NCC കാഡറ്റുകൾ പെരിങ്ങണ്ടൂർ പോപ്പ് ജോൺ പോൾ പീസ് ഹോമിലെ കിടപ്പ് രോഗികളെ സന്ദർശിച്ചു. മദർ സുപ്പീരിയർ സിസ്റ്റർ ആലീസ് പഴയ വീട്ടിൽ ഭിന്നശേഷി ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. 24 കേരള ബറ്റാലിയൻ NCC ഓഫീസർ മേജർ PJ സ്റ്റൈജു മുഖ്യാതിഥിയായി. സിസ്റ്റർ എൽസമ്മ, സിസ്റ്റർ ലിജി, ലഫ്റ്റനന്റ് MR അനൂപ്, സീനിയർ അണ്ടർ ഓഫീസർ VS ദീപക് എന്നിവർ സംസാരിച്ചു. വയനാടിനെ ഒറ്റപ്പെടുത്താനുള്ള കേന്ദ്ര നീക്കത്തിൽ പ്രതിഷേധിച്ച് ഇരിങ്ങാലക്കുട ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് കിസാൻ സഭ മാർച്ച് നടത്തി. അഖിലേന്ത്യാ കിസാൻ സഭ ജില്ലാ പ്രസിഡന്റ് KK രാജേന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് OS വേലായുധൻ അധ്യക്ഷത വഹിച്ചു. AITC മണ്ഡലം സെക്രട്ടറി KK ശിവൻ, CPI മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം KC ബിജു എന്നിവർ സംസാരിച്ചു. ഭിന്നശേഷി ദിനത്തോടനുബന്ധിച്ച് ജില്ലയിലെ സ്പെഷ്യൽ സ്കൂളുകളെ പങ്കെടുപ്പിച്ച് ദേവമാത CMI ഇന്റർനാഷണൽ സ്കൂളിൽ നടത്തിയ സ്നേഹസംഗമം വർണ്ണാഭമായി. കൌൺസിലർ ഫാദർ ജോർജ് കല്ലുകാരൻ വിളംബര ജാഥ ഫ്ളാഗ് ഓഫ് ചെയ്തു. വിളംബര ജാഥയോടുകൂടി ആരംഭിച്ച സ്നേഹസംഗമം പ്രശസ്ത സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ഫാദർ ജോസ് നന്ദിക്കര, ഫാദർ ജോയ്സ് എലുവത്തിങ്കൽ, ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ, മാത്യു, മനോജ്, ജോയ് കൊള്ളന്നൂർ, ജോസ് ചുങ്കത്ത, ജെന്നി തോമസ് എന്നിവർ വിശിഷ്ട അതിഥികളായിരുന്നു. പോപ്പോൾ മേഴ്സി ഹോം, സ്നേഹാറാം മണലൂർ, ദർശന വീട് എന്നിവർ യഥാക്രമം 1, 2, 3 സ്ഥാനം കരസ്ഥമാക്കി. രജത ജൂബിലി ആഘോഷിക്കുന്ന പോപ്പോൾ മേഴ്സി ഹോം ഡയറക്ടർ ഫാദർ ജോൺസൺ അന്തിക്കാട്ടിനെ ചടങ്ങിൽ ആദരിച്ചു. അരിമ്പൂരിൽ മകന്റെയും ഭാര്യയുടെയും മർദ്ദനം സഹിക്കാൻ വയ്യാതെ വീട് വിട്ടിറങ്ങിയ വയോധികരായ മാതാപിതാക്കളെ സാമൂഹ്യനീതി വകുപ്പ് ഇടപെട്ട് അനാഥാലയത്തിലേക്ക് മാറ്റി. അരിമ്പൂർ കൈപ്പള്ളി റിംഗ് റോഡിൽ താമസിക്കുന്ന പ്ലാക്കൻ വീട്ടിൽ തോമസ്, ഭാര്യ റോസിലി എന്നിവരെയാണ് അനാഥാലയത്തിലേക്ക് മാറ്റിയത്. മകനും മരുമകളും ചേർന്ന് മർദ്ദിക്കുന്നതായി കാണിച്ച് ഇവർ അന്തിക്കാട് പോലീസിൽ പരാതി നൽകിയിരുന്നു. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് സാമൂഹ്യനീതി വകുപ്പ് ഉദ്യോഗസ്ഥ മാലാ രമണന്റെ നേതൃത്വത്തിൽ വയോധികരെ മണലൂരിലുള്ള അഗതി മന്ദിരത്തിലേക്ക് മാറ്റുകയായിരുന്നു. അരിമ്പൂരിലെ തീപ്പെട്ടി കമ്പനിയിലെ തൊഴിലാളിയായിരുന്നു തോമസ്. ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം 2 മക്കളിൽ മകനോടൊപ്പമായിരുന്നു താമസം. തോമസിന്റെ വരുമാനം നിലച്ചതാണ് വയോധിക ദമ്പതികൾക്ക് നേരെ മരുമകൾ ശത്രുതാ നിലപാട് കൈക്കൊണ്ടതിന് കാരണമെന്നാണ് പറയുന്നത്. റോസ്ലിയെ മരുമകൾ സ്ഥിരമായി മർദ്ദിക്കാറുള്ളതായി അന്തിക്കാട് പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. മകന്റെ ഒത്താശയോടെ മരുമകൾ റോസ്ലിയെ മുഖത്തും തലയിലും മർദ്ദിച്ചതിനെ തുടർന്ന് വീട് വിട്ടിറങ്ങാൻ തീരുമാനിക്കുകയായിരുന്നുവെന്ന് തോമസ് പറഞ്ഞു. ഈ മൂപ്പരെ എന്നും തല്ലും, തലക്കടി, മോത്തടി, ഇവിടെ അടി, സർവ്വതിലടി സഹിക്കാൻ പറ്റാണ്ടായി. ഇനി ഞങ്ങൾക്ക് ആ വീട്ടിൽ നിൽക്കാനായിട്ടേ സഹിക്കാൻ പറ്റുള്ളൂ. മരുമകളെ ആദ്യം, മോനും ഇന്ന് രാവിലെ മോന്ന് ഞാൻ ഏറ്റുവരുന്ന ഇതിനെ പിടിച്ച് അടിക്കുക. മർദ്ദനത്തിന്റെ വിവരങ്ങൾ നാട്ടുകാരാണ് ജില്ലാ സാമൂഹ്യനീതി വകുപ്പ് അധികൃതരെ അറിയിച്ചത്. തുടർന്ന് സാമൂഹ്യനീതി വകുപ്പ് കൗൺസിലർ മാലാ രമണനും അന്തിക്കാട് പോലീസും ഇവരുടെ വീട്ടിലെത്തി. വാർഡംഗം ജില്ലി വിൽസൺ, സാമൂഹ്യനീതി വകുപ്പ് ഉദ്യോഗസ്ഥ മാലാ രമണൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ മണലൂരിലുള്ള വിവിധ അഗതി മന്ദിരങ്ങളിലേക്ക് ഇവരെ മാറ്റുകയായിരുന്നു. വയോധികർക്ക് നേരെ ഉണ്ടായ അതിക്രമത്തിൽ അന്തിക്കാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. TCV ന്യൂസ്, തൃശൂർ. പറവൂർ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ദേശവിളക്ക് മഹോത്സവം ആഘോഷിച്ചു. പറവൂർ ശ്രീ കോട്ടയിൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് ഉടുക്കുപാട്ടിന്റെയും താളത്തിന്റെയും അകമ്പടിയോടെ പാലക്കൊമ്പ് എഴുന്നള്ളിച്ച് വിളക്ക് പന്തലിൽ എത്തിച്ചേർന്നു. തുടർന്ന് അന്നദാനം, കനലാട്ടം, പാൽക്കുടം എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. തളിക്കുളം കുമാരനാശാനും സംഘവും വിളക്ക് യോഗത്തിന് നേതൃത്വം നൽകി. നിറച്ചാർത്ത് ഫെസ്റ്റിന്റെ ഭാഗമായി വിലാസിനി അനുസ്മരണം എങ്കക്കാട് ഒടുവിൽ കുഞ്ഞികൃഷ്ണ മേനോൻ സ്മാരക വായനശാലയിൽ നടന്നു. സാഹിത്യ അക്കാദമി മുൻ സെക്രട്ടറി ഡോക്ടർ KP മോഹനൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. നിറച്ചാർത്ത് അംഗങ്ങളായ അനീഷ് കുങ്കമത്ത്, അരവിന്ദ്, ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു.
കൊടുങ്ങല്ലൂരിൽ നിന്നും ചാവക്കാട്ടേക്കുള്ള യാത്രയ്ക്കിടെ നെഞ്ചുവേദനയെ തുടർന്ന് കുഴഞ്ഞു വീണ ആളെ നാട്ടുകാർ ചേർന്ന് ആശുപത്രിയിലെത്തിച്ചു. അഴീക്കോട് സ്വദേശി സുൽവിക്കറാണ് പെരിഞ്ഞനം സെന്ററിൽ കുഴഞ്ഞു വീണത്. കഴിഞ്ഞ ദിവസം രാത്രി 8:30 പെരിഞ്ഞനം ബസ്സിൽ നിന്ന് ഇറങ്ങിയ സുൽഫിക്കർ സമീപത്തെ കൃഷ്ണ ഫ്ലവേഴ്സിലെ കടയുടമയോട് അസ്വസ്ഥത തോന്നി സഹായം അഭ്യർത്ഥിച്ചതിനെ തുടർന്ന് കടക്കാരൻ ആശുപത്രിയിലെത്തിക്കാൻ വാഹനം ുമ്പോഴേക്കും കുഴഞ്ഞു വീഴുകയായിരുന്നു. അബോധാവസ്ഥയിലായ ഇയാളെ CPR നൽകിയ ശേഷം ആംബുലൻസ് വിളിച്ചു വരുത്തി ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്കിന്റെ വാർഷിക പൊതുയോഗത്തോടനുബന്ധിച്ച് വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു. സേവ്യർ ചിറ്റിലപ്പള്ളി MLA അവാർഡ് വിതരണം നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് NK പ്രമോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MA മ്യൂസിക്കിൽ 1ാം റാങ്ക് നേടിയ അനുശ്രീ K ദീപക്, കേരള സ്കൂൾ ഗെയിംസിൽ ബോക്സിംഗ് ഗോൾഡ് മെഡൽ ജേതാവ് മാധവ് രാജ്, സംസ്ഥാന കബഡി ചാമ്പ്യൻഷിപ്പ് വിന്നിംഗ് ടീം അംഗം ജോവീന റോസ്, സംസ്ഥാന ഗോകുൽ ചാമ്പ്യൻഷിപ്പ് ടീം അംഗം അൻസ PJ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, ബാങ്ക് സെക്രട്ടറി KP മദനൻ, ബാങ്ക് ഡയറക്ടർമാരായ KR ബാലകൃഷ്ണൻ, TK രഞ്ജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. വൈസ് പ്രസിഡന്റ്, ഡയറക്ടർ ബോർഡ് മെമ്പർമാർ, ദീർഘകാലത്തെ പാണഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന PR ഫ്രാൻസിസ് ജന്മശതാബ്ദി ആഘോഷങ്ങൾക്ക് തുടക്കമായി. വിലങ്ങന്നൂർ സെന്ററിൽ നടന്ന ചടങ്ങിൽ മുൻ MLA MP വിൻസെന്റ് ഉദ്ഘാടനം നിർവഹിച്ചു. പാണഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KN വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. ഐസക് ഇടപ്പാറ, KC അഭിലാഷ്, റോയ് K ദേവസി, ബാബു തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച അഖിലേന്ത്യാ കിസാൻ സഭ തൃശൂർ മണ്ഡലം കമ്മിറ്റി തൃശൂർ BSNL ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. കിസാൻ സഭ ജില്ലാ സെക്രട്ടറി വസന്തകുമാർ ഉദ്ഘാടനം ചെയ്തു. കിസാൻ സഭ മണ്ഡലം പ്രസിഡന്റ് AC വർഗീസ് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെക്രട്ടറി K അരവിന്ദാക്ഷ മേനോൻ, രഘു, കിസാൻ സഭ തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഷാജു കുണ്ടോളി, CPI മണ്ഡലം കമ്മിറ്റി മെമ്പർ PV സന്തോഷ് തുടങ്ങിയവർ, കിസാൻ സഭ ജില്ലാ കമ്മിറ്റി അംഗം നസീർ തുടങ്ങിയവർ സംസാരിച്ചു. എന്നുള്ളതാണ് നമ്മൾക്ക് ഇവിടെ പറഞ്ഞതുപോലെ കേരളം നമ്മുടെ ഇന്ത്യ രാജ്യത്ത് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച അഖിലേന്ത്യാ കിസാൻ സഭ കയ്പമംഗലം മണ്ഡലം കമ്മിറ്റി പോസ്റ്റ് ഓഫീസ് ധർണ നടത്തി. ശ്രീനാരായണപുരം പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് ഉദ്ഘാടനം ചെയ്തു. MD സുരേഷ് അധ്യക്ഷത വഹിച്ചു. TP രഘുനാഥ്, VA കൊച്ചുമൊയ്തീൻ, MR ജോഷി, PC രാജീവ്, ബീന അർജുനൻ, CEN സുരേഷ് എന്നിവർ സംസാരിച്ചു. കാക്കശ്ശേരി ഗവൺമെന്റ് LP സ്കൂളിൽ ഫുഡ് ഫെസ്റ്റ് നടത്തി. ഫുഡ് ഫെസ്റ്റ് എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ സുന്ദരൻ കരുമത്തിൽ അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപകൻ സജീന്ദ്ര മോഹൻ, പ്രിൻസി ജോഷി, അധ്യാപകരായ ലിജി ഓമന, PTA പ്രസിഡന്റ് പ്രേമലത എന്നിവർ സംസാരിച്ചു. പൗരസ്ത്യ കൽതായ സുറിയാനി സഭ മാറപ്രേം സൺഡേ സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ സൺഡേ സ്കൂൾ ഡേ സമുചിതമായി ആഘോഷിച്ചു. കിഴക്കേക്കോട്ട മാർ യോഹനാൻ മംതാന പള്ളിയിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര മാർ ഔഗ്യൻ കുര്യാക്കോസ് മെത്രാപ്പോലിത്ത ഫ്ളാഗ് ഓഫ് ചെയ്തു. തുടർന്ന് മാർത്തമറിയം വലിയ പള്ളിയിൽ നടന്ന പൊതുസമ്മേളനം മാർ ടോണി നീലങ്കാവിൽ ഉദ്ഘാടനം ചെയ്തു. മാർ ഔഗ്യൻ കുര്യാക്കോസ് മെത്രാപ്പോലിത്ത അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ മാർ അപ്രേം മെത്രാപ്പോലിത്ത, സൺഡേ സ്കൂൾ ജനറൽ സെക്രട്ടറി ഫാദർ ഡിറ്റോ തിമോത്തി, കേന്ദ്ര ട്രസ്റ്റി ബോർഡ് ചെയർമാൻ രാജൻ ജോസ്, സൺഡേ സ്കൂൾ അസിസ്റ്റന്റ് ജനറൽ സെക്രട്ടറി റിറ്റോ ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണ്ണ ഗ്രാമിന് 7110 രൂപ, പവന് 56,880 രൂപ, വെള്ളി ഗ്രാമിന് 97 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3216 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം കുന്നംകുളത്ത് തുടരുന്നു. കലോത്സവ നഗരിയിൽ TCVയുടെ സ്റ്റുഡിയോ തുറന്നു.
തൃശൂർ ജില്ലയിൽ മഴക്കെടുതിയിൽ പരക്കെ നാശം. കാര്യാട്ടുകരയിൽ ബണ്ട് തകർന്ന വെള്ളം പാടത്തേക്ക് ഒഴുകി. ചേറ്റുപുഴ കിഴക്കേ കോൾപ്പാടം വെള്ളത്തിൽ മുങ്ങി. എൽത്തുരുത്ത് അമ്പാടിക്കുളത്തിന്റെ ചുറ്റുമതിൽ തകർന്നു. കയ്പമംഗലത്ത് വീടുകളിൽ വെള്ളം കയറി. കനത്ത മഴയെ തുടർന്ന് കാട്ടുമുനയത്തെ താൽക്കാലിക ബണ്ട് തകർന്നു. കനോലി കനാലിൽ താൽക്കാലികമായി നിർമ്മിച്ച ഇടബണ്ടാണ് തകർന്നത്. ബണ്ട് നിർമ്മാണത്തിൽ അപാകത സംബന്ധിച്ച് TCB വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിലെ പ്രതികൾക്ക് ജാമ്യം നൽകിയ കോടതി ഉത്തരവിലെ പരാമർശങ്ങൾക്കെതിരെ ED സുപ്രീം കോടതിയിലേക്ക്. EDയും സംഘപരിവാറും CPMനെതിരെ മെനഞ്ഞ കള്ളക്കഥകൾ പൊളിഞ്ഞു വീഴുന്നതാണെന്ന് ഹൈക്കോടതി പരാമർശത്തിലൂടെ വ്യക്തമായെന്ന് CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ്. പുതുക്കാട് ദേശീയപാതയോരത്തെ ടാറിംഗ് മാലിന്യക്കൂനയിൽ ബൈക്കിടിച്ച് മറിഞ്ഞ യുവാവ് മരിച്ചു. മലപ്പുറം സ്വദേശി അഭിനന്ദാണ് മരിച്ചത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.